നമസ്കാരം. ഇന്ന് വിജയദശമിയാണ്. തിന്മയ്ക്ക് മേലെ നന്മ നേടിയെടുത്ത വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓരോ വിജയദശമിയും നമ്മൾ ആഘോഷിക്കുന്നത്. മഹിഷാസുരനെ ആദിപരാശക്തി വധിച്ച ഒരു ദിവസമായിട്ടാണ് വിജയദശമിയെ കണക്കാക്കുന്നത്. മഹിഷാസുരൻ എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയാണ്, അന്ധകാരമാണ്. അപ്പോൾ അതിനെ വധിക്കുന്നതിലൂടെ അറിവിനെയാണ് ഭഗവതി നമുക്ക് നൽകുന്നത്. ഭഗവതി തന്നെയാണ് അറിവ്. അപ്പോൾ ആ അറിവിനെ അല്ലെങ്കിൽ വിവേകത്തെ എല്ലാം നമുക്ക് ഭഗവതി കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകുന്ന ഒരു ദിവസം കൂടിയാണ് വിജയദശമി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, ഓരോ ദിവസവും ആദിപരാശക്തിയുടെ ഒരു ഭാവത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടതെന്ന്. ശരിക്കും നമ്മൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ പാലിക്കപ്പെടേണ്ട കുറേ കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ അഹങ്കാരവും ദുർഗുണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, അതിനെല്ലാം എടുത്തു കളഞ്ഞിട്ട് നന്മയുടെ പാതയിൽ സഞ്ചരിക്കാനാണ് ഓരോ വിജയദശമി ദിവസവും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കുള്ളിൽ തന്നെ ഒരു ദുർഗയും ഒരു ലക്ഷ്മിയും ഒരു സരസ്വതി ദേവിയും ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് വെല്ലുവിളികളൊക്കെ നേരിടാനുള്ള ഒരു ധൈര്യവും ശക്തിയും ഒക്കെയാണ് ദുർഗ നമുക്ക് പകർന്നു തരുന്നത്. അങ്ങനെ കഠിനാധ്വാനത്തിലൂടെ ഐശ്വര്യമാകുന്ന ലക്ഷ്മിയെ സ്വന്തമാക്കണം എന്നാ പറയുക. സരസ്വതി ദേവിയാണെങ്കിലോ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെയുള്ള അറിവിനെ അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷയും ജ്ഞാനം ഒക്കെയാണ് സരസ്വതി ദേവി പകർന്നു തരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുള്ള വെല്ലുവിളികളെ ഒരു ദുർഗയെ പോലെ നേരിടാനും അതിലൂടെ കഠിന പ്രയത്നത്തിലൂടെ ലക്ഷ്മി ദേവിയെ സ്വന്തമാക്കാനും ആണ് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ ദേവിയായിട്ടുള്ള സരസ്വതി ദേവി തനിയെ നമുക്ക് ലഭിക്കും. അങ്ങനെ എല്ലാവർക്കും സരസ്വതി ദേവിയുടെ ആ ഒരു അനുഗ്രഹം ലഭിക്കട്ടെ. അറിവിൻ്റെ വെളിച്ചമാകുന്ന സരസ്വതി ദേവി എല്ലാവരെയും കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ്റെ വകയായിട്ട് വിജയദശമി ആശംസകൾ.